ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപം ഡാം ടോപ്പിൽ മരിയാപുരം പഞ്ചായത്തിൻ്റെ 8ാം വാർഡായ മിനി ഡാമിന് സമീപത്താണുള്ളത്. ഇവിടുത്തെ 20ഓളം കുടുംബങ്ങൾ ഓരോ മഴക്കാലത്തും അനുഭവിക്കുന്ന കെടുതിയും യാതനയുമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഈ പ്രദേശത്തുള്ള ആളുകൾ 10-20ഓളം വീട്ടുകാർ ഇവിടെയുണ്ട്. മഴക്കാലത്ത് വളരെ ഭീതിയോടെ കഴിയുന്ന ആ വീടുകളിലെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഈ 2018 പ്രളയകാലം മുതൽ ഞങ്ങൾ നല്ല ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം 2021 ഒരു നല്ല പ്രളയം ഇവിടെ ഉണ്ടാകുകയും ഈ ഭാഗത്തുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോവുകയും എൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്ന ഒരു പാറ വരെ, കുറ്റൻ പാറ വരെ മറിയാറായിട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ 4 പ്രാവശ്യം ജിയോളജിസ്റ്റ് ഇവിടെ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ സേന ഇവിടെ വന്ന് പരിശോധിക്കുകയും ആ ദുരന്ത നിവാരണ സേനയ്ക്ക് ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ട് ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകി സമർപ്പിക്കുകയും ചെയ്തു. ആ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കളക്ടറേറ്റ് മുതൽ, താലൂക്ക് മുതൽ, വില്ലേജ് മുതൽ, KICB മുതൽ ഒരു 5 കത്തുകൾ വന്നു. പക്ഷേ അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കൊള്ളാം. 6 വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് പൈപ്പിംഗ് നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കൊള്ളാം. അതുകൊണ്ട് ജനങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വാടകയ്ക്ക് ഞങ്ങളെ മാറ്റി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്തിട്ട് നാളെ ഈ 3 വർഷക്കാലത്തിനുള്ളിൽ ഇതുവരെ അവരിവിടെ വന്ന് അതിനൊരു പരിഹാരം കാണുകയോ സ്ഥലവും വീടും കണ്ടെത്തി തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ സ്ഥലവും വീടും കണ്ടെത്തി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗങ്ങളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ ദുരിതത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ കഴിയുന്നത്. ഇപ്പോഴും ഇവിടെ പേടിച്ച് വിറച്ചാണ് മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആളുകൾ ഈ 10-20 കുടുംബക്കാർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മഴക്കാലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ദുരിതവും കഷ്ടപ്പാടും തന്നെയാണ്. ഒന്നാമത്തെ ഒരു വണ്ടി ഇറങ്ങി വരികയില്ല. അതുപോലെ തന്നെ വെള്ളം വീടിൻ്റെ ചോട്ടിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. എല്ലാ വർഷവും അധികാരികൾ വന്നിട്ട് പറയും മഴക്കാലം വരുമ്പോൾ നിങ്ങൾ മാറി താമസിക്കണം. നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ മാറി താമസിച്ചിട്ട് പിന്നെ മഴക്കാലം കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരാനാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മഴക്കാലം വരുമ്പോൾ മാറി താമസിക്കണം. അത് മാത്രമാണ് പറയുന്നത്. ഇവിടെ വന്ന് അധികാരികളൊക്കെ നോക്കിയിട്ട് പോയത് ഇതുവരെ ഇതിനെക്കുറിച്ചൊരു പരാമർശങ്ങളോ കാര്യങ്ങളോ ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല. താലൂക്കിൽ നിന്ന് എല്ലാവരും ആൾക്കാർ വന്ന് നോക്കിയിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മഴക്കാലം വരുമ്പോൾ ഇവിടുന്ന് മാറി താമസിക്കണം, ഇവിടെ സേഫ് അല്ലെന്നാണ് പറയുന്നത്. നമ്മൾ എവിടുന്ന് മാറി താമസിക്കും? 2018 വെള്ളം വന്ന് ഞങ്ങളുടെ മുറ്റത്തോടെ എല്ലാം വന്ന് ഒഴുകി, വീട്ടിലും എല്ലാം വെള്ളം കയറി. അന്നേരം വില്ലേജ് ഓഫീസർ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു മാറി താമസിക്കണം, അവിടെ താമസിക്കില്ല, ചിലപ്പോൾ കുഴിഞ്ഞു പോകും, അവിടുന്ന് മാറിക്കണം, തൊട്ടടിക്കൂടെ തന്നെയാണ്, വീടിൻ്റെ അടിക്കൂടെ തന്നെയാണ് വെള്ളം ഒഴുകുന്നതെന്ന് പറഞ്ഞു. മാറി താമസിക്കാൻ പറഞ്ഞിട്ട് മാറി താമസിച്ചാൽ വാടകയൊന്നും കൊടുക്കാനും ഒന്നുമില്ല. ഈ പിള്ളേർ 2 പേരും എനിക്ക് ഭർത്താവും ഇല്ല. അങ്ങനെ മാറി താമസിക്കാൻ പറഞ്ഞ് എനിക്ക് അസുഖമൊക്കെ ആയിട്ടിരിക്കുമോ. മാറി താമസിക്കാനൊക്കെ അധികൃതരത് പറയുന്നുണ്ട്. നമുക്ക് മാറി താമസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, കഴിയും. നമ്മൾ കൂലിപ്പണിക്കാരാണ്. നമുക്ക് അതിനുള്ള സാഹചര്യവും ഇല്ല, സാമ്പത്തികവും ഇല്ല. അധികാരികൾ ഇതുവരെയായിട്ടും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ അധികാരികൾ വന്ന് അവരോടും കൂടെ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും വീട്ടുകാർക്ക് പുതിയ സ്ഥലം കണ്ടെത്തി വീടും കിട്ടണമെന്നാണ് പറയുന്നത്. ഇവിടെ പ്രളയം കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങളിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അല്ലായിരുന്നു. ഇവിടുന്ന് പോയിട്ട് കുറേതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. വേറെ വീട് സ്ഥലമൊന്നുമില്ല. തീരുമാനം എന്താണെന്ന് വെച്ചാൽ അധികാരികളാണ് തീരുമാനം എടുക്കേണ്ടത് തന്നെ. എനിക്ക് 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. മഴക്കാലം വരുമ്പം അതിൻ്റേതായ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ മരങ്ങളും ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തൊട്ടടുത്തൊരു വലിയ പാറയുണ്ട്, അത് ചരിഞ്ഞായിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. മഴക്കാലമായി കഴിയുമ്പോഴത്തേനും അവർ താമസിക്കുന്ന വീടിന്റെ അടിയിലെ വെള്ളം ഒഴുകുന്ന ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുകയാണ്. അത് ആ തടിയക്കാരുടെ അവിടുന്ന് ഈ വെള്ളം ഭൂമിക്ക് മുകളിൽ പൊങ്ങുന്നുണ്ട്. അത് ഒരു കുറച്ച് വഴി കഴിയുമ്പം ഒരു താഴെയുള്ള ഒരു കോഴിക്കുന്നായ വീടിന്റെ അവിടെ ഭയങ്കര ഒരു ഗർത്തം രൂപപ്പെടുകയും ആ വെള്ളം വന്ന് കുറെ ദൂരം താഴെയാണ് ആ വെള്ളം പൊങ്ങുന്നത്. അപ്പൊ ഇവരെല്ലാം ഈ 6 വീട്ടുകാരുടെ ഈ വീടിന്റെ അടിയിലാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പൊ അത് എല്ലാ വർഷവും ഈ മഴക്കാലം ആകുമ്പോൾ അത് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അത് പഞ്ചായത്ത് അത് എല്ലാ വർഷവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റവന്യൂ വകുപ്പിൽ നിന്ന് ഇതവരായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകാർ വന്ന് അവര് വന്ന് ഇത് സ്ഥലം പരിശോധിക്കുകയും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
പക്ഷേ അതിന്റെ ഒരു നടപടി റവന്യൂ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ ഇതേവരെയായിട്ടും ഒരു നടപടിയും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ഒരു മഴക്കാലത്തെ വലിയ ഭയപ്പാടോടുകൂടിയാണ് അവിടെ താമസിക്കുന്ന ആളുകൾ കാണുന്നത്. അതിൻ്റെ കാരണം ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കപ്പെട്ട ആളുകൾ, ആ ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവശേഷിക്കപ്പെട്ട പ്രദേശവുമാണ്. 2018 പ്രളയകാലത്തിൽ അവിടെ അധിവസിക്കുന്ന ആളുകളെ ആ പ്രളയ ഭീഷണിയിൽപ്പെട്ട പ്രദേശം എന്ന നിലയിൽ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് പകര സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ പല പ്രദേശങ്ങളിലും ചെയ്തതുപോലെ അവർക്ക് പകര സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ഫലപ്രദമായ നടപടി ഉണ്ടായില്ല. തത്സമയം ആളുകൾ അവരെ വീണ്ടും ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് പകര സംവിധാനം ഉണ്ടാകുന്നത് നിങ്ങൾ വാടകയ്ക്ക് തരണം, എൻ്റെ വാടകയും തരാം. ഇതെല്ലാം കേവലം പാഴ്വാക്കായി എന്നതിനപ്പുറത്ത് യാതൊരുവിധ കാര്യവുമില്ല. ഏത് ഭരണാധികാരികളാണെങ്കിലും, UDF ആണെങ്കിലും LDF ആണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപൂർവമായൊരു സമീപനം ആവശ്യമാണ്. നാം അത്യന്തം അപകടകരമായ സാഹചര്യം അവിടെ ഇടുക്കിയിൽ പല പ്രദേശങ്ങളിലും മല പ്രദേശങ്ങളിലും കണ്ടുവരുന്ന സോയിൽ പൈപ്പിംഗ് വളരെ സജീവമായിട്ടുള്ളത്. എല്ലാ വീടുകളുടെയും അടിയിൽ കൂടി പോലും ഇത്തരത്തിലുള്ള സോയിൽ പൈപ്പിംഗ് സംവിധാനം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് വീടിന് അടിയിൽ കൂടി വലിയ നീരൊഴുക്ക് പോലും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം ഏത് ഘട്ടത്തിലും കനത്ത മഴയും പേമാരിയും ഉണ്ടായാൽ അവിടെ നമുക്കാർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഗുരുതരമായ ദുരന്തം ആ മേഖലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മഴക്കാലം 2024 മഴക്കാലം എത്തുമ്പോഴെങ്കിലും 2018 വാക്ക് പറഞ്ഞ അധികാരിവർഗം, ആ അധികാരിവർഗം ഇവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വപൂർവമായ നിലപാടെടുക്കേണ്ടത് മനുഷ്യത്വപരമായ ആവശ്യമാണ്, ഒരു നാടിൻ്റെ ആവശ്യമാണ്. അതിനകത്ത് വേറെ മറ്റ് യാതൊരുവിധ താല്പര്യങ്ങളും നോക്കാതെ ഇതിന് പ്രത്യേക പരിഗണന നൽകി ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ ഇന്ന് പ്രളയദുരന്ത ഭീഷണിയിൽപ്പെട്ട് താമസിക്കുന്ന ആളുകളെ അവർക്ക് പകരം സ്ഥലം കൊടുക്കാനും വീട് വിൽക്കുന്ന പണം കൊടുക്കാനും ഒക്കെ ധാരാളം മാർഗങ്ങൾ, നിയമ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കണ്ണു തുറന്ന് കാണാൻ അധികാരിവർഗം തയ്യാറാവുകയും ഇവരവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ച് പകര സ്ഥലവും പുനരധിവാസ സൗകര്യവും ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 10-30 ദിവസം കൊണ്ട് പ്രായോഗികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ആ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്തു നിന്നും 2018 കഴുത്തിൽ പിടിച്ച് തള്ളിവിട്ടതുപോലെ വിടാതെ അവർക്ക് പകരം സംവിധാനം ഉറപ്പുവരുത്തി വിടാൻ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഗവൺമെൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണമെന്നാണ്. അതൊരു ജീവൽ മരണ പ്രശ്നമായി കണ്ട്, മനുഷ്യത്വപൂർവമായ ഒരു കാര്യമായി കണ്ട് ഈ കാര്യത്തോട് ഒരു നല്ല സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വില്ലേജിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ വേറെ വാടകയ്ക്ക് മാറി താമസിക്കണം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് അപ്പോൾ വാടക കൊടുക്കാനുള്ള കടമ അവർക്കുണ്ടാവണം. നമ്മൾ കൂലിപ്പണിയും ചെയ്തിട്ട് വാടകയും കൊടുത്ത് പിള്ളേർക്ക് വീട്ടിലെ ചിലവൊക്കെ കൂടെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 10,000-5,000 രൂപ വാടക കൊടുക്കാനില്ല. ഇവിടെ നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ ഒരു വാടക വീട് വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5,000 രൂപ കൊടുക്കണം. അതിൽ കുറഞ്ഞൊരു വാടക വീട് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജായിട്ടും സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് കെട്ടിടങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ ഈ മേഖലയിലോട്ടാണ് കൂടുതലും വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്, നമ്മുടെ ഇടുക്കി മേഖലയിലോട്ട്. അപ്പം സാധാരണക്കാരനായ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് 5,000 രൂപ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെയുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ താമസിക്കാൻ പേടിച്ചിട്ട് ഇവിടെ കിടക്കാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും വാടക ഉണ്ടാക്കി നമ്മളവിടെ താമസിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഞാനിത് ഇവരോട് പലരോടും ഇങ്ങനെ വാടക കാശിൻ്റെ കാശും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് മുടക്കുക, ഞങ്ങൾ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു വീടും സ്ഥലവും കണ്ടെത്തി തരാം എന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു തരുന്നതിന് യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 പേപ്പർ പല സെക്ഷനിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പേപ്പറെല്ലാം എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ആ പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒന്നെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഈ പ്രാവശ്യം മുഖ്യമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജനസമ്പർക്ക പരിപാടിയായിട്ട് വന്നപ്പോൾ അന്നും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അപേക്ഷ വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നതല്ലാതെ ഇവിടെ ആരും വന്നില്ല. മഴക്കാലം ആകുമ്പം ഏതായാലും 2 ഉദ്യോഗസ്ഥർ നമ്മൾ ഇതുപോലെ ചാനലുകാരിലൊക്കെ വാർത്ത വരുമ്പോഴത്തേക്കും 2 ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നോക്കും. നിങ്ങൾ ആരും തന്നെ ഇവിടെ താമസിക്കാൻ പാടില്ല, എല്ലാവരും മാറി താമസിച്ചു, വാടക കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വീട് വെച്ച് തന്നേക്കാം, ഇതൊക്കെ പറയും.
സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കാരും എല്ലാം ഇവിടെ അന്നേരം വരും. അല്ലാതെ ഈ ഭാഗത്തോട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. അനാഥപ്രദം കിടക്കുന്നവരെ നമ്മളിവിടെ പേടിച്ച് വിറച്ച് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മുന്നിലിറക്കി ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും അതും അത് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് പോവുകയും വി കെ പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ കെ മുരളീധരൻ അല്ലാതെ വട്ടിയൂർക്കാവിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് നേതൃത്വത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് കെ മുരളീധരൻ മുതലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി KPCC നിയോഗിച്ചുള്ള അന്വേഷണ കമ്മീഷൻ എത്തി അരമണിക്കൂറിൽ അധികം അദ്ദേഹമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പക്ഷേ പേര് വിവരങ്ങൾ, അതായത് ഒരു ആളുടെയും പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയുള്ള ഒരു പരാമർശമായിരുന്നു. അല്ലെങ്കിൽ സംഘടനാ തലത്തിലെ വീഴ്ചകൾ പറയുമ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരുവനന്തപുരത്ത് നിർണായകമായ സീറ്റുകൾ പിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2021 ആകെ ഒരു സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് UDF. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. സിറ്റിംഗ് സീറ്റുകളിൽ പോലും UDF കോൺഗ്രസിന് പ്രത്യേകിച്ച് അടിയറവ് പറയേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ വട്ടിയൂർക്കാവുണ്ട്. കൂടാതെ കോവളം ഒഴിച്ചു നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഊന്നൽ നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവിലെ വാർഡ് തലത്തിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന അല്ലെങ്കിൽ UDF നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടത്. മറ്റാരുടെയും കാര്യങ്ങൾ നോക്കേണ്ടതില്ല. മറ്റാരും പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം സജീവമായി തന്നെ വട്ടിയൂർക്കാവിലെ ഈ ഓരോ തദ്ദേശ മഴക്കാലമാവുന്നതോടെ ഇവിടെയുള്ള പുരുഷന്മാർക്ക്, യുവാക്കൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ആണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങളെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോകാനുള്ള പ്രതിസന്ധിയും കൂടി ഇവർ ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുള്ള നമ്മൾ എങ്ങനെ ജോലിക്ക് പോകും? ജോലിക്ക് പോകണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ അധികാരികൾ എന്തെങ്കിലും നമുക്കത് തരുമല്ലോ. നമ്മുടെ പിള്ളേർ പോയാൽ നമുക്കല്ലേ പറ്റുള്ളൂ. അതായത് നമ്മുടെ വീടിൻ്റെ പുറകിലിരിക്കുന്ന ഒരു പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു വെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് മറിഞ്ഞ് പെരയുടെ പുറത്തോട്ട് വീഴുന്ന ഒരു അവസ്ഥയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം കുഞ്ഞുങ്ങളെയും ഇവരെയൊക്കെ ഇട്ടേച്ചാൽ പ്രളയം ഇപ്പോൾ ഈ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഴ കനക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതുപോലെ തന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സമയവും ജാഗ്രതയായിട്ടിരുന്ന് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേണം രക്ഷിക്കാൻ. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഭാഗത്ത് മൊത്തം 20 വീടുകളാണുള്ളത്. 20 വീടുകളിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അവർക്ക് ഒരു ഭയം കാരണം അവർ ഇവിടുന്ന് മാറി വാടകയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇവിടെ തന്നെ കഴിഞ്ഞു കൂടുന്നത്. സ്ഥലമുണ്ടെങ്കിൽ അവർ വീട് വെക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് പറയുന്നത്. നമുക്ക് സ്ഥലം മേടിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തികം
അനുവദിക്കുമല്ലോ. നമുക്ക് പ്രളയകാലത്ത് ഇഷ്ടം പോലെ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം നികത്തി വന്നത് തന്നെ ഒരു വിധത്തിലാണ്. അപ്പം ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാറി താമസിക്കുക എന്നുള്ളൊരു കാര്യം ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീട് കുറേ പേരുണ്ട്, 10-20 വീടുകളുണ്ട്. അപ്പോൾ ഒത്തിരി കാലമായിട്ട് ഈ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ വീട് മണ്ടയിലായതുകൊണ്ട് കൂടുതലും താഴെക്കാർക്കാണ് കൂടുതലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളം കാരണം അവർക്ക് പരയ്ക്കാതിരിക്കാൻ പോലും ഇല്ലാത്ത ഗതിയാണ്. വെള്ളത്തിൻ്റെ ശക്തിയും കാരണം അവർ പെരയിൽ നിന്ന് ഇറങ്ങി മാറി നമ്മുടെ വീടുകളിൽ വരുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അവർക്ക് അവരിൽ നിന്ന് ഒരുപാട് വേദനകൾ നമുക്ക് അവരുടെ വേദന നമ്മളിൽ ഒത്തിരി അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. അവരുടെ മണ്ടയിലായിട്ടുള്ള ഇതൊക്കെ കല്ലിൻ്റെ കാര്യങ്ങളും എല്ലാം കുറേ പഞ്ചായത്തിൽ നിന്നും ഒക്കെ വന്ന് നോക്കിയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്ഥലം മാറി വേറെ സ്ഥലം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇവിടുന്ന് മാറ്റി ഒഴിപ്പിച്ച് ഇവരൊരു വാടക വീട്ടിലായിരുന്നു. എല്ലാവരും വാടക വീട്ടിലോട്ട് മാറിയായിരുന്നു കുറേ പേര്. പിന്നെ കുറച്ച് പേര് താഴെ തന്നെ താമസിക്കുകയാണ്. അവരുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ അതുപോലെ കഷ്ടപ്പാട് എന്നാന്ന് വെച്ചാൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഫുള്ള് മഴവെള്ളവും അവരുടെ വീടിന് ഒലിച്ചു പോവുകയും അവർക്ക് വീട്ടിനകത്തിരിക്കാൻ മേലാത്ത ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നുവെച്ചാൽ ഒലിച്ച് ഇറങ്ങുന്ന വെള്ളമാണ്, മഴവെള്ളമാണ് അവരുടെ വീട്ടിന് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രയാസമാണ് അവർ വീടുകളിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ. പിള്ളേരായിട്ടും അവരുടെ ഫാമിലി ഫുള്ള് എല്ലാ വീടുകളിലെ ഫാമിലികളും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നത്. ഇനി അവർക്കൊരു നല്ലൊരു വഴി എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. എന്താ വെച്ചാൽ ഞാൻ അതുപോലെ നമ്മൾ കണ്ട് വിഷമം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മക്കൾക്കും അവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. പഠിക്കാൻ പോലും വരാതെ പുസ്തകങ്ങൾ നനഞ്ഞു പോകാനും വീട്ടിൽ പുസ്തകങ്ങൾ വെച്ചും സാധനങ്ങളെല്ലാം നനഞ്ഞു പോകുന്ന അവസ്ഥയും വീട്ടിലിരിക്കാൻ മേലാത്ത അവസ്ഥയൊക്കെ ഭയങ്കര ദുഃഖകരമാണ് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ രോഗിയാണ്. എന്ന് ഓടി കയറി പെട്ടെന്ന് റോഡിലേക്ക് കയറാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുക്കിക്കൊണ്ട് പോകുന്ന വെള്ളമാണ് മുറ്റത്തോടെ വരുന്നത്. വീടിൻ്റെ അടിക്കടെ വെള്ളം മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ അരിക്കുന്ന കാരണവും വെള്ളം വന്ന് പോകുന്നതാണ് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നാൾ വില്ലേജ് ഓഫീസിൽ നിന്ന്, അത് 2 വർഷം മുമ്പാണ് വന്ന ഓഫീസർ പറഞ്ഞു ഇവിടുന്ന് മാറണം, ഇവിടെ താമസിക്കല്ല, ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിഞ്ഞും എല്ലാം പോകും. വീട് ഇടിഞ്ഞ് ഇങ്ങനെ ഭിത്തി വിണ്ടായിരിക്കുന്നത്, അതെപ്പോഴും താഴെ പോകുന്നതെന്ന് അറിയത്തില്ല. മുറ്റത്തിൻ്റെ കുറേ ഇടിഞ്ഞും പോയി. അതൊക്കെ കണ്ട് പലരും വന്ന് കണ്ടേച്ചൊക്കെ പോയതാണ്. എന്നുവെച്ചാൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം പഞ്ചായത്തിലും എല്ലാം വന്നത്, പഞ്ചായത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു സ്ഥലമുണ്ടായി വീട് തരാം എന്നും പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞ സ്ഥലം മേടിക്കാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഇവിടെ മേടിക്കാൻ പറ്റിയില്ല, മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് പറഞ്ഞു അവിടുന്ന് മാറി താമസിക്കും, നിങ്ങൾ മാറി താമസിക്കുമെന്ന് പറയും. എനിക്ക് വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ലായിരുന്നു, അറ്റായിക്കായിരുന്നു. എന്നിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ തുറന്ന് നോക്കിയിട്ട് 7000 രൂപയെ പറയുന്നു. അത് കാരണം അതൊന്നും എടുത്തില്ല. ഈ പിള്ളേർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ഞാൻ കഴിയുന്നു. എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ നിർമ്മാണ നിരോധനവും നിയന്ത്രണവും പിന്നെ പുനരധിവാസവും വീണ്ടും അത് നിർമ്മിക്കാനുള്ള ഉത്തരവും വീണ്ടും പെർമിറ്റ് കൊടുക്കാനുള്ള നടപടിയും ഒക്കെ നാട്ടിലെമ്പാടും നടക്കുക. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയ ദുരന്ത കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് മൈനിങ് ആൻഡ് ജിയോളജിയും അതുപോലെ ജില്ലയിലെ ദത്തകർമ്മ വിഭാഗവും റവന്യൂ ഡിപ്പാർട്ട്മെന്റും നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ പോലും, അതിന് പ്രത്യേകമായി നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും തകൃതിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുമ്പോൾ പോലും തീർച്ചയായും ഈ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ അവരോടൊരു നല്ല സമീപനം കാണിക്കാൻ, അവരും മനുഷ്യരാണ് എന്ന് തിരിച്ചറിയാൻ, അവരും കുടുംബാംഗങ്ങളും കുഞ്ഞുകുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന അവരോട് ദയ അർഹിക്കുന്ന ഒരു വിഭാഗമായി കണ്ട് അവരുടെ കാര്യത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം.
മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ 8-ാം വാർഡിലെ ഈ ജനങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചാണ് പ്രസിഡന്റ് പ്രതികരിക്കുന്നത്. പ്രസിഡന്റോട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടി നമുക്ക് അതിന്റെ വിശദീകരണം തരാം. 2018 മുതലാണ് ഈ ഡാം ടോപ്പിലെ 20ഓളം കുടുംബങ്ങളുടെ ഈ പ്രതിസന്ധി അനുഭവിച്ചിരുന്നത്. ഏതാണ്ട് ഇപ്പോൾ 24 ആയിരിക്കുന്നു, 6 വർഷം പിന്നിട്ടു. പക്ഷെ നിലവിൽ അവരുടെ കാര്യത്തിൽ യാതൊരു തീരുമാനമില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ്? 2018 മുതൽ 24 വരെയുള്ള ഈ 6 വർഷ കാലയളവിനുള്ളിൽ അവരുടെ ജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം പഞ്ചായത്ത് എപ്പോഴും സർക്കാരിന്റെ തീരുമാനം എന്താണോ അത് നടത്താനാണ് പഞ്ചായത്ത് താല്പര്യപ്പെടുന്നത്. അപ്പം സർക്കാർ തലത്തിൽ തന്നെ ഈ ഡാം ടോപ്പ് ഭാഗത്ത് സെക്കൻഡറീസ് ഭാഗത്തുള്ള ജനങ്ങളുടെ സ്ഥിരമായ താമസത്തിനും അവർക്കുള്ള ആനുകൂല്യങ്ങൾക്കും എല്ലാം പരിഹാരം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം. അത് നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ വാടക പഞ്ചായത്തിന് ഒരിക്കലും ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാനോ നടപ്പിലാക്കാനോ സാധിക്കുകയില്ല. അപ്പം സർക്കാർ തലത്തിൽ തന്നെ ഇവരുടെ വാടകയും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തലത്തിൽ തന്നെ എടുക്കണം. അതിന് റവന്യൂ വകുപ്പ് നമ്മൾ ആവശ്യപ്പെടാൻ തയ്യാറാണ്. ജനങ്ങളുടെ ഒപ്പം നിന്ന് ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കാനും ഇവർക്ക് വേണ്ടി ശബ്ദിക്കാനും പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും എന്ന് ഉറപ്പു പറയുകയാണ്. ഇനി വരും കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ 6 വർഷത്തെ ഒരു ഇടവേള വന്നിട്ടുണ്ട്. ശരിക്കും പ്രളയം 2 എണ്ണം കഴിഞ്ഞു. 18 അതിഭീകരമായ പ്രളയം, അത് കഴിഞ്ഞ് ഒരു പ്രളയം നേരിട്ടവരാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഈ ശ്രദ്ധ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തും ഞങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്താൻ തയ്യാറാണ്. ഇതിനകത്തിപ്പോൾ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പം നിലവിലെ കളക്ടറേറ്റിൽ നിന്നും പറഞ്ഞിരിക്കുന്നു, നമ്മുടെ തങ്കമണി വില്ലേജ് ഓഫീസിൽ നിന്നും ഇടുക്കി താലൂക്ക് ഓഫീസിൽ നിന്നും ഇവിടെ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും 6 വീട്ടുകാർ ഇവിടുന്ന് മാറി താമസിക്കണം. ആ 6 വീട്ടുകാർക്ക് കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ഉരുൾപൊട്ടൽ സാധ്യത കാണുന്നുണ്ട്. പൈപ്പിംഗ് ശക്തമാണ്. മലവെള്ളപ്പാച്ചിലാണെങ്കിൽ അതിൻ്റെ ശക്തിക്കാണ് ഇവിടെ മഴക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 6 വീട്ടുകാരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അന്ന് ഒരു തീരുമാനം വന്നിരുന്നത്. കളക്ടറേറ്റിൽ വെച്ചൊക്കെയുള്ള ചർച്ചകളിൽ തീരുമാനം വന്നത്. അപ്പോൾ ഈ കളക്ടറേറ്റിൽ വെച്ച് വന്നിരിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 6 വീട്ടുകാർക്ക് മറ്റെവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ അവർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് ഇതിന് ഏറ്റവും പറ്റിയ ഒരു പരിഹാര മാർഗമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം പാവപ്പെട്ട ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവരെവിടെ പോയാൽ ഇവർ കാശുണ്ടാക്കി സ്ഥലം മേടിച്ച് പിന്നെ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ വെച്ച് ആ പഞ്ചായത്ത് പിന്നെ ഏത് കാലത്ത് വീട് വെച്ച് കൊടുക്കാനാണ്? അത് നടപടി ഉണ്ടാകുന്ന കേസല്ല. അപ്പോൾ ഈ സർക്കാർ തന്നെ ഇവർക്ക് സ്ഥലം കണ്ടെത്തിക്കൊണ്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാര മാർഗം ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ജനങ്ങൾ ഇനിയും പേടിച്ച് വിറച്ച് ഇവിടെ തന്നെ താമസിക്കേണ്ട ഒരു അവസ്ഥയും ഒരു ദുരന്തം തന്നെ ഇവിടെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇടുക്കി ഡാം ടോപ്പ് നിവാസികളുടെ ആശങ്കയാണ് നമ്മൾ കേട്ടത്. ഓരോ മഴക്കാലവും ഇവർക്ക് കടുത്ത ആശങ്കയുടെ ദിനങ്ങളാണ്. പ്രത്യേകിച്ചും 2018 പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലവും ഇതുതന്നെയാണ് ഇവരുടെ അവസ്ഥ. ഓരോ മഴക്കാലത്തും അധികൃതർ വരും, അവർ വന്ന് ഇവരെ ആശ്വസിപ്പിക്കും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നിലവിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരു പരിഹാരമില്ല. അധികൃതർ ഇത്തവണയെങ്കിലും ഇവരുടെ കാര്യത്തിൽ പരിഗണിക്കും എന്നാണ് നമുക്കും പ്രതീക്ഷിക്കാം.